അതിപ്പോൾ നിങ്ങൾ പുതിയൊന്നും വാങ്ങണമെന്നില്ല, നമുക്ക് ശകലത്തിൻ്റെ ആവശ്യമുണ്ട്. ഷെല്ലാക്ക് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. ഇത് കാണുന്നതാണ് സെലക്ടർ. വാങ്ങുന്ന കടയിൽ വെച്ച് തന്നെ ഒന്ന് ചെക്ക് ചെയ്തൊക്കെ നോക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇതുപോലെ പാക്കിങ് മേടിക്കണം. ശകലം ഗ്രീസ്, അത് നിങ്ങൾ വാങ്ങണമെന്നില്ല, കയ്യിലുണ്ട് ശകലം മതിയാവുന്നുണ്ട്. സംഭവം കുഴപ്പമില്ല, വർക്കിങ്ങാണ്, ഇതൊക്കെ പക്കായിട്ട് വീഴുന്നുണ്ട്. ഇതിൽ തന്നെ പോകുന്നുണ്ട്. കടയിൽ വെച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കി വാങ്ങുന്നത് നല്ലതായിരിക്കും. കുഴപ്പമില്ലാത്തതാണ്. ചിലതിന് ഇളക്കം വരും ഇതിനകത്തെ, അത് പുതുതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും. ഇനി ജെന്യുവൻ പാർട്സ് മേടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഗ്രീസിൻ്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ, ശകലം അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. നമുക്കല്ലാതെ വേറെ ഗ്രീസിൻ്റെ ആവശ്യം വരുന്നില്ല. അതാണ് പറഞ്ഞാൽ പുതിയ ഗ്രീസ് മേടിക്കേണ്ട ആവശ്യമില്ലെന്ന്. ശകലം ഒന്ന് അതിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക, ശകലത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. അവിടെ മാത്രം, അകത്തൊന്നും ആകാൻ നോക്കണം. നല്ല വൃത്തിയായിട്ട് അവിടെ വെച്ച് പിടിപ്പിക്കുക സ്പ്രിങ്ങിൻ്റെ സൈഡിൽ. ഇതുപോലെ പാക്കിങ് ഇതൊരു 5 രൂപ 6 രൂപ വില വരത്തുള്ളൂ. ഇത് വെക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, മേളിലെ വെട്ട് അത് നമ്മുടെ ഈ കാണുന്ന പൊസിഷനിൽ തന്നെ ഇരിക്കണം, റൈറ്റ് സൈഡിലായിട്ട് ഇരിക്കണം. അത് അതേ കാണുമ്പോൾ നമുക്കറിയാം, അതങ്ങനെ തന്നെ വെട്ട് നോക്കി കറക്റ്റായിട്ട് കയറണം, തിരിഞ്ഞു പോകരുത്. ഞാൻ അഴിച്ചു വെച്ചേക്കണം, അഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സിമ്പിൾ കാര്യമേ ഉള്ളൂ. 11-2 ടീസ്പാനറോ അങ്ങനെ നമ്മുടെ വീൽ സ്പാനറല്ലോ ഉള്ളത്, അതുണ്ടെങ്കിലും നമുക്ക് അഴിക്കാവുന്നേ ഉള്ളൂ. നല്ലതായിട്ട് ക്ലീൻ ചെയ്യും. ഒന്നൊന്നിരിക്കുക, ചെറുതായിട്ട് ക്ലീൻ ചെയ്യുക. ആവശ്യം വരുന്നില്ല, നമ്മൾ അധികം പറ്റിപ്പിടിക്കുകയും ക്ലീൻ ചെയ്യുന്നത് വൃത്തിയാണല്ലോ. ടയർ ചെറുതായിട്ട് തിരിച്ചു കൊടുക്കുമ്പോൾ മാക്സിമം മുകളിലേക്ക് വെക്കുക. ആന കൊണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ പാക്കിങ്ങിലും നല്ല രീതിയിൽ ആന കൊണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കയറ്റിയിടുമ്പോൾ വിട്ട് ശ്രദ്ധിച്ചു. വിട്ട് ശ്രദ്ധിച്ച് മാത്രമേ കയറ്റിയിട്ടാണ്. അകത്ത് ഓയിൽ ശകലം കിടപ്പുണ്ട്. നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്ത ആന കൊണ്ട് പോയപ്പം നല്ലോണം ഒന്നുകൂടെ തുടച്ചിട്ട്, അല്ലെങ്കിൽ വണ്ടി കുറച്ചുകൂടെ ഒന്ന് ചരിച്ച് നിർത്തുക. ചരിച്ച് നിർത്തി ശകലം കുറവായി പോയി, അതുകൊണ്ടാണ് എനിക്ക് തുടച്ചിട്ട് രണ്ടാമത് വീണ്ടും ഇടേണ്ടി വന്നത്. ആന കൊണ്ട് ഒട്ടും കുറയ്ക്കരുത്, ഇച്ചിരി നല്ല രീതിയിൽ തന്നെ ഇടണം, കാരണം ഓയിൽ ലീക്കേജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
കറക്റ്റായിട്ട് നോക്കി ജസ്റ്റ് വെച്ച് അകത്ത് സൈഡിൽ കൂടെ നോക്കി വേണം ചെയ്യാൻ, കാരണം അത് അതിൽ നിന്ന് വിട്ട് കറക്റ്റായിട്ട് നോക്കിയിട്ട് ജസ്റ്റ് കറക്റ്റ് വേണം. സിമ്പിൾ പരിപാടിയാണ്. ഇത് ഹാർഡായിട്ടൊന്നും തട്ടാൻ ചെറിയൊരു തട്ടായിട്ട് കറക്റ്റായിട്ട് വേണം. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ഈ നട്ടൊക്കെ ടൈറ്റ് ചെയ്യുക. നമ്മളെല്ലാം ഇത് വലിയ കാര്യമാണെന്ന് പറഞ്ഞ് ജീവിക്കുന്ന കാര്യമില്ല. ഇത് തന്നെ ഞാനിപ്പം എൻ്റെ ഒരു സാഹചര്യം, അതായത് വർക്ക്ഷോപ്പിലൊക്കെ കോൺടാക്ട് ചെയ്തപ്പോൾ അവരെന്തോരം 2000 തുറക്കുന്നില്ലെന്നൊക്കെ ഇവിടെ പറഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. ഗിയർ റൗണ്ടിൻ്റെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് നല്ല സ്ലിപ്പിങ്ങും ഉണ്ട്. അപ്പോൾ പിന്നെ ഒരെണ്ണം മേടിച്ച് തന്നെത്താൻ ചെയ്യാവുന്നവർക്ക് സിമ്പിൾ പരിപാടി തന്നെ, ആർക്കും ചെയ്യാവുന്നതുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ലേ, വീൽ സ്പാൻഡറാണ്. എന്നിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാനുള്ളതേ ഉള്ളൂ. നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് വെക്കുക. ഓയിൽ ലീക്കേജ് ഉണ്ടാവും. മാക്സിമം ടൈറ്റ് ചെയ്ത് തന്നെ നിർത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഓൾ സെറ്റ് ചെയ്ത് വെക്കുക. ഇട്ടതിന് ശേഷം ടയർ ഇറക്കി എല്ലാ ഗിയറും പ്രോപ്പറായിട്ട് വീഴുന്നുണ്ടോ എന്ന് ഒരു 3-4 തവണ ചെക്ക് ചെയ്യുക. യാദൃശ്യാൽ എന്തെങ്കിലും നമ്മളിട്ടതിൽ ചെറിയ മിസ്റ്റേക്കുകളെല്ലാം പറ്റിപ്പോയെങ്കിൽ പണിയാവും. 2-3 തവണ കറക്കി നോക്കുക. ഫസ്റ്റിൽ വന്ന് സ്യൂട്ടിങ് ആയി കഴിഞ്ഞാൽ ഒരു വിഷയമില്ല, പ്രോബ്ലം ഇല്ല, കറക്റ്റായിരിക്കും. ഓക്കെ.